ആരോഗ്യ മേഖലയിലെ വിവിധ ഇടങ്ങളിലെ വലിയ പ്രശ്നമാണ് കേരളം നേരിടുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് എപ്പോഴും അങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന ചില റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി വന്നിരുന്നു. ദിസ്നയുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ദിസ്ന, ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പതിപോലെ ഡോക്ടർക്ക് ആരോഗ്യവകുപ്പിന് കുഴപ്പങ്ങളൊന്നുമില്ല, അത് മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ആവുമല്ലേ അതിൻ്റെ ഉള്ളടക്കം? തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 4 വയസ്സുകാരിയായ കുട്ടിക്ക് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടി പ്രധാനമായും 6-ാം വിരൽ നീക്കം ചെയ്യുവാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതെങ്കിൽ നാവിന്റെ അടിയിൽ കെട്ടുണ്ടായിരുന്നുവെന്നും ആ കെട്ട് ശസ്ത്രക്രിയ ചെയ്തു മാറ്റി എന്ന ഒരു കാര്യമാണ് പ്രധാനമായും ഡോക്ടർമാർ ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്ന സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. തുടർന്ന് അവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ഒക്കെ തന്നെയും പരാതി നൽകിയിരുന്നു. ഈ പരാതി ഇന്നലെ DMEക്ക് അന്വേഷണ റിപ്പോർട്ട്, മെഡിക്കൽ ബോർഡ് സംഘാംഗങ്ങൾ അന്വേഷണ റിപ്പോർട്ട് നൽകി എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഡോക്ടറുടെ മൊഴി കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഡോക്ടർ പറയുന്നത് കുട്ടിയുടെ നാവിനടിയിൽ കെട്ടുണ്ടായിരുന്നു. ഈ കെട്ടിന്റെ അടിസ്ഥാനത്തിൽ താൻ അടിയന്തര പ്രാധാന്യത്തോടെയാണ് അത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്തിയത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ. ഭാവിയിൽ ഈ കുട്ടിക്ക് ഇത്തരത്തിൽ സംസാരശേഷിക്ക് പ്രശ്നമുണ്ടാവും, വ്യക്തമായി പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്തിയത് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇതും ഈ ഡോക്ടർക്ക് ബിജോൺ ജോൺസൺ അനുകൂലമായ റിപ്പോർട്ട് തന്നെയായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇതിനെതിരെ കുടുംബം വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബം വ്യക്തമാക്കിയത് തങ്ങൾക്ക് നീതി വേണം, കാരണം കുടുംബത്തിന്റെ സമ്മതമില്ലാതെയാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയയ്ക്ക്, അതും 4 വയസ്സുകാരി കുട്ടിയെ വിധേയമാക്കിയത്. എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം പറയും എന്നൊരു കാര്യമാണ് കുടുംബം വ്യക്തമാക്കിയിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയൊരു രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഏറെ കൗതുകം തോന്നുന്നു. ചികിത്സ തേടിയെത്തിയാൽ പോലും ചികിത്സ നൽകാത്ത കേരളത്തിൻ്റെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് ചെന്നപ്പോൾ നാക്കിലൊരു കെട്ടുണ്ടായിരുന്നത് അതുകൂടി അങ്ങ് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേക്കാം എന്നൊക്കെ റിപ്പോർട്ട് നൽകുന്നത്. കുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ഞാൻ മനസ്സിലാക്കുന്നത് കയ്യിലെ ഒരു വിരളുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്കാണ് അവിടെ എത്തിയത്, മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നില്ല ഈ ശസ്ത്രക്രിയയിലേക്ക് നയിച്ചത്. അതുകൊണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. ഇതൊക്കെ സാധാരണക്കാർക്ക് ദഹിക്കുന്നതാണോ? എന്താണ് ആരോഗ്യവകുപ്പിൻ്റെ ഈ റിപ്പോർട്ട് ഇത്തരത്തിലൊക്കെ ആകുന്നത്? കുടുംബം എന്താണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? കുടുംബത്തിനിടയിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് തങ്ങളുടെ അനുവാദം വാങ്ങാതെയാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ ചെയ്തതെന്നൊരു കാര്യം തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ, ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ നാവിനടിയിൽ പഞ്ഞി ഉണ്ടായിരുന്നു. ഈ പഞ്ഞിയാണ് കുടുംബാംഗങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. കുടുംബാംഗങ്ങൾ ചോദിക്കുകയും ചെയ്തു, 6-ാം വിരൽ നീക്കം ചെയ്യുവാനാണ് കുട്ടിയെ കൊണ്ടുപോയത്, എന്തിനാണ് ഈ നാവിനടിയിൽ പഞ്ഞി വെച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കുടുംബാംഗങ്ങൾ ചോദിച്ചപ്പോഴാണ് ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സിനടക്കം എന്തിനാണ് ശസ്ത്രക്രിയ ചെയ്തത് എന്നൊരു ബോധം ഉണ്ടായത് എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. തുടർന്ന് കുട്ടിയെ വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയും 6-ാം വിരൽ നീക്കം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യവുമാണ് ഉമേഷ് ഉണ്ടായത്. ഇതിനെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. തുടർന്ന് ഡോക്ടർ കുടുംബാംഗങ്ങളോട് ഈ സംഭവിച്ചത് തനിക്ക് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചുവെന്നും, എന്നാൽ കുട്ടിയുടെ നാവിനടിയിൽ ഇത്തരത്തിലൊരു കെട്ടുണ്ടായിരുന്നു, ഭാവിയിൽ കുട്ടിക്ക് ഈ കെട്ടുമായി ബന്ധപ്പെട്ട് സംസാരശേഷിക്ക് പ്രശ്നമുണ്ടാവും, അതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ഒരു ശസ്ത്രക്രിയ ചെയ്തത്, അതുകൊണ്ട് ഭയപ്പെടാൻ ഒന്നുമില്ല എന്നും കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നതായും ഡോക്ടർ എഴുതി കൊടുത്തിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം 4 വയസ്സുകാരി കുട്ടിയാണ്. ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങളോട് യാതൊരു തരത്തിലുള്ള സമ്മതവും വാങ്ങിയിരുന്നില്ല. ഭാവി ഉമ്മ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഉമ്മ ജനൻ ടിവിയോട് വ്യക്തമാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുട്ടിയുടെ നാവിന് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല, സംസാരിക്കുമ്പോഴൊക്കെ തന്നെയും കുട്ടി നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു, യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാത്തൊരു കുട്ടിയാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത് എന്നൊരു കാര്യം തന്നെയാണ് കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലൊക്കെ തന്നെ ഡോക്ടർക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു യുവാവും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള ആരോപണവുമായി
രംഗത്ത് വന്നിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കമ്പി മാറിയിട്ടെന്നൊരു ആരോപണമാണ് ആ യുവാവ് ഉയർത്തിയിരുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജ് ഓർത്തോ വിഭാഗം വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മാറിയല്ല കമ്പി ഇട്ടതെന്നും എല്ലാ നിയമ നടപടികളും ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയുണ്ട്? സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് സംബന്ധിച്ച് കുട്ടിയുടെ രക്ഷിതാക്കൾ എന്താണ് നൽകുന്ന വിവരങ്ങൾ? ഇപ്പോൾ നേരത്തെ ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോകുന്നവരെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു എന്ന് കുട്ടിയുടെ അമ്മ ദിസ്നയോടൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്താണ് കുട്ടിയുടെ ആരോഗ്യനില? ആദ്യത്തെ ദിവസമൊക്കെ കുട്ടിക്ക് നാവിനടിയിൽ വേദനയുണ്ടായിരുന്നു എന്നത് തന്നെയാണ് മാതാപിതാക്കളും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സംസാരിക്കാൻ വലിയ രീതിയിലുള്ള പ്രശ്നമില്ല എന്നൊരു വിവരമാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ മാതാപിതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്രയും നാളില്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ഡോക്ടർമാർ കണ്ടുപിടിച്ചത്. ഇത് ഇത്തരത്തിൽ അവർ ചെയ്ത തെറ്റിനെ ബോധപൂർവ്വം ന്യായീകരിക്കുവാനുള്ളൊരു ശ്രമം എന്നാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകും എന്നൊരു കാര്യം തന്നെയാണ് ഉമേഷ് സൂചിപ്പിക്കുന്നത്. അവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോഴും എന്തിനാണ് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ബോധം ഓപ്പറേഷൻ ചെയ്യുവാൻ നിൽക്കുന്ന ഡോക്ടർമാർക്ക് ഉണ്ടാവേണ്ടേ എന്നൊരു ചോദ്യമാണ് അവർ വളരെ വ്യക്തമായി ഉന്നയിക്കുന്നത്. അതും 4 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഇതുവരെ സംസാരിക്കാൻ യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഭാവിയിൽ കുഴപ്പം ഉണ്ടാവുമെന്ന് കരുതിയാണ് താൻ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ചെയ്തത് അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്തത് എന്നൊരു ന്യായീകരണമാണ് ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിരിക്കുന്നത്. ഇന്നലെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഡോക്ടർ സസ്പെൻഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ആ ഡോക്ടറെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡോക്ടറെ കൂടാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന നഴ്സിനെയും വിളിച്ചു വരുത്തി, 2 നഴ്സുമാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിലൊരു മൊഴി എടുത്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ, അതായത് അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റത്തിനെതിരെയും വളരെയധികം വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. കൂട്ടിരിപ്പുകാരോടൊക്കെ തന്നെയും വലിയൊരു മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിൽ ഉണ്ടാവുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല ഉമേഷ്, ഹർഷിന നമുക്കറിയാം പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന ഇന്ന് 2ാമത്തെ ശസ്ത്രക്രിയക്കായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന ദിവസമാണ് ഇന്ന്. നമുക്കറിയാം കത്രിക കുടുങ്ങിയ ഭാഗത്ത് വീണ്ടും അവർക്ക് പഴുപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നത്. ഹർഷിന ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ധനസമാഹരണത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹർഷിന ജനം ടിവിയോടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ആരോഗ്യമന്ത്രി എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും തനിക്ക് ലഭ്യമായിട്ടില്ല എന്നൊരു കാര്യം ഹർഷിന വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇത്തരത്തിൽ അനാസ്ഥയുടെ മറ്റൊരു അടയാളമാണ് ഹർഷിന എന്ന് നമുക്ക് പറയാൻ കഴിയും. ഹർഷിനയുടെ ശസ്ത്രക്രിയയും ഇന്ന് സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. ഉമേഷ്, പരാതിപ്പെട്ടിട്ട് എന്താണ് കാര്യമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. കാരണം കോഴിക്കോട് തന്നെ വളരെ വലിയ ഉദാഹരണമാണ്. ഒന്നിപ്പോൾ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം ദിസ്ന പറഞ്ഞതുപോലെ, മറ്റൊന്ന് ICUവിൽ പീഡനത്തിനിരയായ യുവതിക്ക് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ പിന്നെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ മറ്റൊരു ആവശ്യത്തിനായി മറ്റൊരു ശസ്ത്രക്രിയ എത്തിയ 4 വയസ്സുകാരിയുടെ നാക്കിനടിയിൽ കെട്ടുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി അത് ഭാവിയിൽ കുഴപ്പമുണ്ടാകുമെന്ന് കണ്ടെത്തി ഓപ്പറേഷൻ ചെയ്ത ആ ഡോക്ടർക്ക് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയുന്നില്ല. പരാതി നൽകിയാലും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാൽ പോലും ചികിത്സ നിഷേധിക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ വിഭാഗം ഇത്ര ദീർഘവീക്ഷണത്തോടുകൂടിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. എന്തായാലും ആരോഗ്യ വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാരെയും അടച്ചാക്ഷേപിക്കാൻ ഇത്തരം ചില ആളുകളാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ ചിത്തപ്പേരുണ്ടാക്കുന്നത്.